എല്ലാവർക്കും ഏഷ്യാനെറ്റ് പ്ലസ് ഫോക്കസിൻ്റെ ഓസ്ട്രേലിയ ബ്രിസ്ബൻ വിശേഷങ്ങളിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് മിസ്റ്റർ ടോം ജോസഫ് ഫ്രം ലോൺ ഹൗസ് ലെൻഡിങ് സൊല്യൂഷൻസ്. നമസ്കാരം. ടോം സാറിൻ്റെ ബിസിനസ്സിനെ പറ്റി ഒരു 2-3 വാക്കുകൾ നമ്മുടെ പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. ഞാനിവിടെ ഒരു മോർട്ട്ഗേജ് ബ്രോക്കിംഗ് കമ്പനിയാണ്. മോർട്ട്ഗേജ് ബ്രോക്കിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ ബാങ്കിൻ്റെയും കസ്റ്റമറുടെയും ഇടയിലുള്ള ഒരു മിഡിൽ ഏജൻസിയാണ്. ഇവിടുത്തെ ഫൈനാൻഷ്യൽ അക്രഡിറ്റേഷൻ പോളിസി പ്രകാരം ഞാൻ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 5 കൊല്ലത്തിലധികമായിട്ട് നമുക്ക് 1000-ഓളം ക്ലയൻസും അതിന് അധികമായിട്ട് പ്രേക്ഷകരുടെ വിശ്വാസവും എൻ്റെ ഈ സ്ഥാപനത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ലയൻസിൻ്റെ വിശ്വാസ്യതയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. വർഷങ്ങളായിട്ട് നമ്മൾ നല്ല സേവനവും നല്ല റെപ്യൂട്ടേഷനുമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ടോം സാറിൻ്റെ ലോൺ ഹൗസ് ലെൻഡിങ് സൊല്യൂഷൻ്റെ വിശേഷങ്ങൾക്ക് മുമ്പായി നാട്ടിലെവിടെയായിരുന്നു, നാട്ടിൽ ഏതൊക്കെ ജോബ് സെക്ടറിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഞാൻ നാട്ടിൽ മേലുകാവ് എന്ന് പറയുന്ന സ്ഥലമാണ്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ മജോറിറ്റി പീരീഡും മേലുകാവ് ബേസ് ചെയ്തിട്ടാണ്. 1994 ഞാൻ തൃശ്ശൂർ സെൻറ്റ് തോമസിൽ മാസ്റ്റേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ഗണിതശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം എടുത്തു. അതിനുശേഷം 94-95 തിരിച്ച് വീണ്ടും ഈരാറ്റുപേട്ടയിൽ വന്ന് ഞാൻ BEd ട്രെയിനിങ്ങിന് ചേർന്ന് BEd കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 95 മലപ്പുറം ജില്ലയിൽ ചെമ്മാടടുത്ത് തെയ്യാലിങ്കൽ എന്ന് പറയുന്ന ഹൈസ്കൂളിലാണ് എൻ്റെ കരിയർ തുടക്കം നടക്കുന്നത്. 2000 ഞാൻ MCA പാസ്സായി തിരിച്ച് ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്ന് കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനായിട്ട്, ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. വിവാഹത്തിന് ശേഷം ഞാൻ UK 2003 ഞാൻ മൈഗ്രേറ്റ് ചെയ്തു. ടോം സാറിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞത് നമ്മുടെ സ്ഫടികത്തിലെ മാത്സിലാണ് ഭൂമിയുടെ സ്പന്ദനം എന്ന് പറഞ്ഞ പോലെ ഒരു സ്റ്റാർട്ടിംഗ് ആണല്ലോ. തീർച്ചയായിട്ടും. 2003 തൊട്ട് UK എന്ന് പറഞ്ഞു. ആ ഒരു ജേർണിയും കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? 2003 ഞാൻ വിവാഹം കഴിഞ്ഞ് UK 2-3 മാസങ്ങൾക്ക് ശേഷം അവിടുത്തെ ഗവൺമെൻറ് ഹെൽത്ത് സെക്ടറിൽ IT സ്റ്റാഫ് മെമ്പറായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. 2009 സെപ്റ്റംബറിൽ ഞാൻ സ്കിൽഡ് മൈഗ്രേഷൻ സ്കീമിൽ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. UK എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടുത്തെ ഹെൽത്ത് സെക്ടറിൽ എനിക്ക് ജോലി കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. 2020 കോവിഡ് കാലഘട്ടം, ആ ഒരു സമയത്ത് സ്വന്തമായിട്ടൊരു ബിസിനസ് എന്നൊരു കൺസെപ്റ്റ്. കോവിഡ് കാലഘട്ടം എന്ന് പറയുമ്പോൾ എല്ലാവരും ബിസിനസ് വൈൻഡപ്പ് ചെയ്യുന്നൊരു പീരീഡാണ്. ആ ഒരു സമയത്ത് ഒരു ബിസിനസ്സിന് സ്റ്റാർട്ടപ്പ് കുറിക്കാൻ എനിക്ക് സാധിച്ചു. അത് ഇന്ന് നല്ല രീതിയിൽ ബ്രിസ്ബനിൽ പോകുന്നുണ്ട്. ഇന്ത്യ, UK, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വന്നെത്തുമ്പോൾ ഏതൊക്കെ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ മോർട്ട്ഗേജ് ബിസിനസ്സിലോട്ടേക്ക് യൂസ് ചെയ്യാറ് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്? ടീച്ചിങ്, IT, അതുപോലെ ഹെൽത്ത് കെയർ സെക്ടർ, ഈ 3 ജോബും എൻ്റെ ഇപ്പോഴത്തെ പ്രൊഫഷനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ടീച്ചിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട 2 സ്കില്ലുകൾ എന്ന് പറയുന്നത് അനാലിസിസ്, കമ്മ്യൂണിക്കേഷൻ. ഒരു മോർട്ട്ഗേജ് ബ്രോക്കറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടിയ 2 ക്വാളിറ്റീസാണ് അനാലിസിസും കമ്മ്യൂണിക്കേഷനും. ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ, റിക്വയർമെൻറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്നാണ് ഞങ്ങൾ പറയുക. ആ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റായിട്ട് അപഗ്രഥിച്ച് അതിന് പറ്റിയ ഒരു സൊല്യൂഷൻ, അങ്ങനെ ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണ്, റൈറ്റ് ലോൺ ഫോർ ദ ക്ലയൻറ്റ് എന്നാണ്. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സിന് സ്യൂട്ടബിളായിട്ട് ഏറ്റവും യുക്തമായ അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്ത് അതിന് പറ്റിയ ലെൻഡറെ കണ്ടുപിടിച്ച് ആ ക്ലയൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോബിൻ്റെ ഒരു പ്രധാന എലമെൻറ്റ്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്, അതിൻ്റെ വ്യത്യസ്തങ്ങളായ വശങ്ങൾ, കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം പലപ്പോഴും പല ക്ലയൻസിനും കൃത്യമായ ഇൻഫർമേഷൻ കിട്ടാതെ, കൃത്യമായ ഒരു ഉപദേശം കിട്ടാതെ മറ്റ് പല പ്രോഡക്റ്റും ചൂസ് ചെയ്തിട്ട് പിന്നീട് അതൊരു അബദ്ധമായി പോയി എന്ന് പറയുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അനാലിസിസും കമ്മ്യൂണിക്കേഷനും 2 എലമെൻറ്റ്. IT സൈഡിലേക്ക് നോക്കിയാൽ ടെക്നിക്കൽ നോളജ്, ടെക്നിക്കൽ സ്കില്ല്, ഇത് നമ്മുടെ ഒരു CRM സോഫ്റ്റ്വെയറാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മോർട്ട്ഗേജ് ബ്രോക്കറെ സംബന്ധിച്ച് ഇത് അപഗ്രഥിക്കുന്നതും വിശകലനം ചെയ്യുന്നതും എല്ലാം സോഫ്റ്റ്വെയറിലാണ്. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ നോളജ് തീർച്ചയായിട്ടും ഗുണകരമാണ്. ഇനി ഹെൽത്ത് സെക്ടർ എന്ന് പറയുമ്പോൾ ഇന്ന് മാർക്കറ്റിലുള്ള ലെൻഡേഴ്സ് ആൻഡ് ലെൻഡർ പ്രോഡക്ട്സ്, അതായത് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സുകളെ നമ്മൾ അനലൈസ് ചെയ്ത്
അതിൻ്റെ ഒരു 30% തൊട്ട് 40% വരെ ഹെൽത്ത് വർക്കേഴ്സ് സ്പെഷ്യലൈസ്ഡ് പ്രോഡക്റ്റാണ്. അപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓരോ പ്രൊഫഷണലും പറ്റുന്ന അവർക്ക് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനും അത് കണ്ടുപിടിക്കാനും അത് ഇവർക്ക് കൊടുക്കാനും, അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒരു പ്രോഡക്റ്റ് ഒരു ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണെന്ന് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയുന്നു എന്നുള്ളത് ആ ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഈ 3 കരിയർ പാത്വേയിലുമുള്ള എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ വളരെ ഗുണകരമായിട്ടുണ്ട്. ടോം സാർ നേരത്തെ പറഞ്ഞായിരുന്നു ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി എന്ന്. നമുക്ക് കൂടുതൽ വരുന്ന കേസസ് അല്ലെങ്കിൽ സിനാരിയോ ഏത് പ്രൊഫഷണൽ അണ്ടറിലാണ്? എൻ്റെ ക്ലയൻസിനെ എടുത്താൽ ഒരു 60% നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആണ്. ഇതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ബിസിനസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എങ്കിലും ഒരു 70% ക്ലയൻസ് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാളി കമ്മ്യൂണിറ്റിയിലെ ബഹുഭൂരിപക്ഷവും മൈഗ്രൻസ് ആണ്, അതായത് സ്കിൽഡ് മൈഗ്രൻസ് ആണ്. നമ്മൾ വെറുതെ ഒരു എംപ്ലോയ്മെൻറ്റ് വിസ വരുന്ന ആൾക്കാരല്ല, കുറച്ചുകൂടെ ഒരു ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മെമ്പേഴ്സാണ്. സ്കിൽഡ് വർക്കിൽ വിസയിൽ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ലോൺ ഹൗസ് ലെൻഡിങ് സൊല്യൂഷനിൽ ഒരു കേസ് അല്ലെങ്കിൽ സിനാരിയോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ടോ? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ പൊതുവെ ഇവിടുത്തെ ഒരു ക്ലയൻസിനെ എടുത്താൽ ബിസിനസ് സംബന്ധമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ PR ഹോൾഡേഴ്സിനെ നമ്മൾ റെസിഡൻസ് അഥവാ നോർമൽ ക്ലയൻസ് എന്ന് വിളിക്കും. നമുക്ക് PR ഇല്ലാതെ ടെമ്പററി വിസ 481 അങ്ങനെ വിവിധ വിസകളുണ്ട്. ആ ഒരു ടെമ്പററി വിസയിൽ വരുന്നവരെ നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ 2 രീതിയിൽ വരുന്നവർക്കും, അതായത് PR ഹോൾഡേഴ്സിനും ഫോറിൻ ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്നവർക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ലെൻഡിങ്ങിൽ മാത്രമല്ല, ലെൻഡിങ്ങിലെ ക്രൈറ്റീരിയയും അവർക്കുള്ള ബെനിഫിറ്റും എന്താണെന്ന് നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ PR ഹോൾഡേഴ്സിന് അവർക്ക് വ്യത്യസ്തങ്ങളായ സ്കീമുകളുണ്ട്, ഗ്രാൻറ്റുകളുണ്ട്, അതുപോലെ നമ്മുടെ ഹോം ഗ്യാരണ്ടി സ്കീമുകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അഡ്വൈസ് കൊടുക്കും. അതോടൊപ്പം തന്നെ ഇതിനൊക്കെയുള്ള ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആണ്. പല മോർഗേജ് ബ്രോക്കിംഗ് ഫേമുകളും അവരുടെ ലോണിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമാണ് പ്രോസസ്സ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് നിങ്ങളൊരു ഫസ്റ്റ് ഹോം ബയറാണ്, ഒരു ഗ്രാൻറ്റിന് എലിജിബിൾ ആണെങ്കിൽ ആ ഗ്രാൻഡ് ആപ്ലിക്കേഷൻ നമ്മൾ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ക്ലയൻറ്റിനെ സംബന്ധിച്ച് കുറേ കൂടെ ബെറ്റർ സർവീസും ബെറ്റർ സപ്പോർട്ടും ആസ് എ മോർഗേജ് ഫേം എന്ന നിലയിൽ ലോൺ ഹൗസ് ലെൻഡിങ് സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരായിട്ട് എന്തെങ്കിലും ഒരു 2 വാക്ക് പങ്കുവെക്കാനുണ്ടോ? ഒരു റിസ്ക് എടുക്കാനുള്ള ധൈര്യവും ഒരു കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് ബിസിനസ്സിലും ആളുകൾക്ക് ശോഭിക്കാൻ പറ്റും. എനിക്ക് വിജയിക്കാമെങ്കിൽ ആർക്കും വിജയിക്കാം എന്നുള്ളതാണ് എൻ്റെ അഡ്വൈസ്. So we are winding up our episode today. If you guys have any inquiries or any doubts about our schemes, please get in touch with Loan House Lending Solutions. Relationship over business.